എറണാകുളം ജില്ലയിലെ പുതിയൊരു സ്റ്റാർട്ടപ്പിനെ പരിചയപ്പെടാം. ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സംരംഭമാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ട് എന്ന സ്റ്റാർട്ടപ്പ്. ഇടനിലക്കാരെ ഒഴിവാക്കാൻ കഴിയുന്നതുകൊണ്ട് കർഷകർക്ക് ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സഹായം ചില്ലറയല്ല. മേക്ക് ഇൻ കേരള. എറണാകുളം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സ്. കർഷകരും ആഗോള വിപണിയുമായുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സ് ഗ്രാമീണ കർഷകർക്ക് ഇടനിലക്കാരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കേരളത്തിൽ സ്വന്തം കൃഷിയിടങ്ങൾക്കപ്പുറത്തേക്ക് വളരുകയെന്ന ലക്ഷ്യവുമായി കർഷകരുമായി ലാഭവിഹിതം പങ്കുവയ്ക്കാനും അതുവഴി ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കർഷക സമൂഹത്തിന്റെ ആകമാനം ക്ഷേമത്തിനായി പ്രവർത്തിക്കാനും ഈ സ്റ്റാർട്ടപ്പിന് കഴിയുന്നു. കാർഷിക മേഖലയെ ആകമാനം ആകർഷകമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സിൻ്റേത്. ആസിഫ് അലി എന്ന യുവ സംരംഭകനാണ് ഈ കമ്പനിക്ക് നേതൃത്വം നൽകുന്നത്. ഫസ്റ്റ് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ മാർക്കറ്റ്, ഏതൊക്കെ സ്പൈസ്, ഏത് ക്രോപ്സാണ് നമുക്ക് കോമ്പറ്റീറ്റീവായിട്ട് വരുന്നത്, പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഏത് മോഡലിൽ ചെയ്യണം, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ യൂസേജ്, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ഹാംഫുൾ ആവുന്നു, ഏതൊക്കെ ഇതായിരുന്നു. നമ്മൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്പൈസസ് കോൺഫറൻസസ്, ഇൻ്റർനാഷണൽ ബയേഴ്സിൻ്റെ കോൺഫറൻസസ്, അതിലെല്ലാം പോയിട്ട് നമ്മൾ അവരോട് ഒരു ഇനിഷ്യേറ്റീവ് ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിനെങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി വരിക, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ആദ്യം 5 മുതൽ 10 വരെ ഇടനിലക്കാർ വഴി കൈമറിഞ്ഞാണ് സാധാരണ കാർഷികോൽപ്പന്നങ്ങൾ വിപണനത്തിനായി എത്തിക്കുന്നത്. ഇതൊഴിവാക്കാനാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സിന്റെ ശ്രമം. ഇടനിലക്കാർ വലിയ മൂല്യവർദ്ധനയൊന്നും വരുത്താതെ തന്നെ വലിയ ലാഭം കൊയ്യുന്നു. കർഷകരുടെ ചെലവിലാണ് ഈ നേട്ടമുണ്ടാക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പോലും ഇടനിലക്കാരാണ്. ആഗോള വിപണിയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനോ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുന്നതിനോ സാധിക്കാത്തതിനാൽ പെട്ടെന്നു തന്നെ കിട്ടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടി വരുന്നു. ഈ വിടവ് നികത്താനാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സിന്റെ പ്രവർത്തനം. നമുക്ക് കൂടുതലായിട്ട് ബയേഴ്സ് ഉള്ളത് യൂറോപ്പ് സൈഡിൽ നിന്ന് തന്നെയാണ്. പ്രോസസ്സിങ് കൂടുതൽ ചെയ്യുന്ന ബൈ പ്രോഡക്ട്സ് കൂടുതൽ വരുന്ന യൂറോപ്പിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. പിന്നെ US നിന്നുണ്ട്, ഏഷ്യൻ കൺട്രീസ്, ഇപ്പോൾ ചൈനയിൽ ഒരുപാട് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും ഈ 3 റീജിയൻസിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. നേരിട്ട് ആഗോള ദേശീയ വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാമെന്ന ആശയവുമായി ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സ് കർഷകർക്കിടയിൽ പ്രചാരണം നടത്തുന്നു. ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയ കർഷകർ കമ്പനിയുമായി പങ്കാളികളാകാൻ തയ്യാറാകുന്നുണ്ട്. ഇടുക്കി, തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങൾ, കണ്ണൂർ, കൊല്ലം തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ ഫാർമേഴ്സ് കാർഗോ ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കശുവണ്ടി എന്നിവയാണ് പ്രധാനമായും കയറ്റി അയക്കുന്നത്. ആഗോളതലത്തിലുള്ള ബന്ധങ്ങളും കോൺഫറൻസുകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരങ്ങളും സ്പൈസസ് ബോർഡിന്റെ സഹായവും വാർത്താവിനിമയ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സ് ഉൽപ്പന്നങ്ങൾക്കായി മികച്ച വിപണികൾ കണ്ടെത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടീം തന്നെയുണ്ട്. ഇതിനുവേണ്ടി ഇപ്പോൾ ജിയോളജിസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ ഏത് ടൈമിൽ അവരുടെ മണ്ണിനെ പറ്റി അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് എന്തെങ്കിലും ക്ലൈമറ്റ് ഇഷ്യൂസ് വരുമ്പോൾ അവരെ എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയാണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള അസിസ്റ്റൻസ്, അതിനൊരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട്. അവരുടെ ഓരോ ക്രോപ്പും അതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ, അവർക്ക് വേണ്ട അഡ്വൈസസ് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു ടീം തന്നെയുണ്ട്. കോൺഫറൻസുകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരങ്ങൾ, ആഗോളതലത്തിലുള്ള ബന്ധങ്ങൾ, സ്പൈസസ് ബോർഡിന്റെ സഹായവും വാർത്താവിനിമയ സംവിധാനങ്ങളും എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സ് ഉൽപ്പന്നങ്ങൾക്കായി മികച്ച വിപണികൾ കണ്ടെത്തുന്നത്. നിലവിൽ ആഗോള വിപണിയിലെ വിലയുടെ 30% വില മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിനും മറ്റു രാജ്യങ്ങളിലെ വിളവെടുപ്പിന്റെ സമയം എന്നിവ അറിയുന്നതിനും അതുവഴി വിപണിയിലെ ഡിമാൻഡ് തിരിച്ചറിയുന്നതിനും കമ്പനി സഹായം നൽകുന്നു. കർഷകർക്ക് തിരികെ നൽകുക എന്ന തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഫാർമേഴ്സ് കാർഗോ എക്സ്പോർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അതുവഴി എല്ലാവർക്കും മികച്ച ജീവിതമുണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. ലാഭം വർദ്ധിക്കുകയും കൃഷി കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ പേർ കൃഷിയിലേക്ക് വരുന്നതിനും ജീവനക്കാർക്ക് കൂടുതൽ മെച്ചമുണ്ടാക്കുന്നതിനും സാധിക്കും. അടുത്തയാഴ്ച ഓഹരി വിപണികളുടെ പ്രകടനം എങ്ങനെയായിരിക്കും? ഒപ്പം സ്വർണ്ണവിലയുടെ ട്രെൻഡ് അറിയാം മണി ന്യൂസിലിനി. വരുന്ന ദിവസങ്ങളിൽ ആഗോള സെൻട്രൽ ബാങ്കുകളുടെ തീരുമാനമായിരിക്കും പൊതുവെ ഇന്ത്യൻ വിപണിയെ നിയന്ത്രിക്കുന്നത്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ജപ്പാനിലെ സെൻട്രൽ ബാങ്കിൻ്റെ യോഗം നടക്കുന്നുണ്ട്. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിങ്ങിൽ ഒരു പുതിയ ഉത്തേജന പാക്കേജ് യൂറോപ്പിൽ അനൗൺസ് ചെയ്തിരുന്നു. ഇതിനോടനുബന്ധിച്ച് ജപ്പാനിലും ഒരു പുതിയ സാമ്പത്തിക ഉത്തേജന പാക്കേജ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്കുകളുടെ തീരുമാനം, പ്രത്യേകിച്ച്
അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ചുള്ള US സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനം ആഗോള വിപണികളെ വരുന്ന ദിവസങ്ങളിൽ വോളറ്റിലിറ്റി ഉണ്ടാക്കാൻ കാരണമായേക്കും. അതോടൊപ്പം മാർച്ച് 20-ാം തീയതി എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. അതിനാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വരുന്ന ദിവസങ്ങളിലെ മൂവ്മെൻറ്റും വളരെ ശ്രദ്ധേയമായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് തിങ്കളാഴ്ച 2 ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വരുന്നുണ്ട്. ഈ ഇൻഫ്ലേഷൻ ഡേറ്റ RBI മീറ്റിംഗ് വളരെ അടുത്തിരിക്കെ ഈ ഇൻഫ്ലേഷൻ ഡേറ്റ വളരെ പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം മാർച്ച് 15-ാം തീയതി ഇന്ത്യയിലെ കമ്പനികൾ അഡ്വാൻസ് ടാക്സ് നമ്പേഴ്സ് പുറത്തുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സൂചന ഈ അഡ്വാൻസ് ടാക്സ് നമ്പേഴ്സ് നൽകിയേക്കും. അതോടൊപ്പം കഴിഞ്ഞ ദിവസം റിയൽ എസ്റ്റേറ്റ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സായിരുന്നു. അപ്പോൾ ഈ പാർലമെൻറ്റ് സെഷൻ്റെ 2-ാം പകുതിയിൽ ഒരുപക്ഷെ GST വീണ്ടും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്രതീക്ഷയോടെയാണ് ഇതിനെ ഇപ്പോഴേ നോക്കിയിരിക്കുന്നത്. നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ 7382 ഒരു നിർണായക സപ്പോർട്ട് ലെവലാണ്. ഇതിന് താഴേക്ക് പോയെങ്കിൽ 7290-ലായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട്. അതോടൊപ്പം മുകളിലേക്ക് 7665 മാർക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് തുടരും. ഗോൾഡ് പ്രൈസസ് ഈ വർഷം മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് സെൻട്രൽ ബാങ്കുകളുടെ സാമ്പത്തിക ഉത്തേജന പാക്കേജ് ഗോൾഡ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ടെക്നിക്കലിയും ഗോൾഡ് പ്രൈസ് ഒരു അപ്സൈഡാണ് കാണിക്കുന്നത്. വരുന്ന ആഴ്ചകളിൽ ഗോൾഡ് ഇപ്പോഴത്തെ വിലയായ ഔൺസിന് $1275 എന്നുള്ള നിലയിൽ നിന്നും $1310 എന്നുള്ള ലെവലിലേക്ക് ഉയരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്.